എന്ന് കെ അയ്യപ്പൻ പണിക്കർ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഫാമിലി ഗെറ്റുകളിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Families are like branches on a tree. We grow in different directions, yet our roots remain as same. കുടുംബം എന്നത് സ്നേഹം കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു ലോകമാണ്. പരസ്പരം സ്നേഹിച്ച് ആ ലോകം സുന്ദരമാക്കുക. ഓപ്പണിംഗ് പ്രേരണായി ബഹുമാനപ്പെട്ട ഫാദർ സുബിനാണ് സച്ചിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവമേ, നീ സകല മനുഷ്യരുടെയും പിതാവാകുന്നു. സകലത്തിന്റെ മക്കളായതിനാൽ അവർ സഹോദരങ്ങളാകുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നിന്നെ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ നിന്റെ എല്ലാ മക്കളെയും അതുപോലെ സ്നേഹിക്കേണ്ടതാണ്. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുത്താകുന്ന വിശ്വാസം തള്ളിക്കളയാത്ത അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന പ്രകാരം ഞങ്ങളുടെ ബന്ധങ്ങളെ പ്രത്യേകമായി സ്നേഹിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ടല്ലോ. കർത്താവേ, നിന്റെ മരണസമയത്ത് നിന്റെ മാതാവിനെ യോഹന്നാൻ ശ്ലീഹായെ വിളിച്ച് നീ ഭരമേൽപ്പിച്ചല്ലോ. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം എന്ന ഞങ്ങൾക്ക് കൽപ്പനയും തന്നിരിക്കുന്നു. മാതാപിതാക്കളെയും മക്കളെയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കി നിർത്തണമേ. ഈ കുടുംബാംഗങ്ങളായ ഞങ്ങൾ കൂടുതൽ സ്നേഹത്തിലും പരസ്പര സഹായത്തിലും വളരുവാൻ സഹായിക്കണമേ. ഈ കുടുംബത്തിൻ്റെ ശാഖയിൽപ്പെട്ട എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പര സഹായത്തിൽ കൂടി പുരോഗമിക്കുവാനും സമ്മതിയാക്കണമേ. ഈ കുടുംബാംഗങ്ങളുടെ പൊതുവായ ഉയർച്ചയ്ക്ക് സഹായകരമാകുന്ന പുതിയ സംരംഭങ്ങളെ കുറിച്ച് കൂട്ടായി പഠിക്കുന്നതിനും പ്രയോജനകമാകുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. തൊട്ടുള്ളവരായി ആരും ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും നിന്റെ സഹായം നൽകുമാറാകണമേ. ഈ കുടുംബത്തിൻ്റെ എല്ലാ ശാഖകളെയും വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. വിവിധ സഭകളിലും സമുദായങ്ങളിലും പെട്ടിരുന്നാലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ചേർന്നുള്ള സഹിഷ്ണുത ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഈ കുടുംബത്തിൻ്റെ പുറമേയുള്ളവർക്കും ഉപകാരം ചെയ്യാത്ത ദിവ്യ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ചെലവ് ചുരുക്കി ദശാംശം വേർതിരിച്ച് അനേകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ല ശീലം ഇവരിൽ വളർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ ഊഹായും എപ്പോഴത്തേക്കും സ്ത്രീ സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. മിസസ് ഷീല സി തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം കരുത ഞാനും എൻ്റെ കുടുംബവും എന്തുണ്ട്. അതുപോലെ തന്നെ പരസ്പരം അറിയുക, സ്നേഹിക്കുക, ആദരിക്കുക. നമ്മുടെ ചെറിയ കുടുംബത്തിൻ്റെ സ്ലോഗാണ് പരസ്പരം അറിയുക, അറിയുന്നതോടൊപ്പം തന്നെ സ്നേഹിക്കുക, അതോടൊപ്പം പരസ്പരം ബഹുമാനിക്കുക, ആദരിക്കുക. ബന്ധങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ചെറിയ നിമിഷങ്ങൾ ആഘോഷിക്കുക. സ്നേഹം മഴ പോലെ പെയ്യട്ടെ. ആശയവിനിമയം അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരസ്പരം കോണ്ടാക്ട്, പരസ്പരമുള്ള ബന്ധങ്ങൾ പുതുക്കൽ, അതുപോലെ തന്നെ വികാരങ്ങൾ അംഗീകരിക്കൽ, പരസ്പരം എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള അറിയൽ, അതുപോലെ തന്നെ ഒരു ടീമായി പ്രവർത്തിക്കൽ. ഒരു ടീം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളത് അറിയുന്നുണ്ട്. ഒരു ടീമായിട്ട് ഒരു കുടുംബത്തിലെ അനേകം ആൾക്കാരുകൾ പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും, എന്തെല്ലാം സ്നേഹബന്ധങ്ങൾ നമുക്കിങ്ങനെ പുതുക്കാൻ കഴിയും.
പുതുക്കിയ സ്നേഹബന്ധങ്ങൾ നമുക്ക് എങ്ങനെ നിലനിർത്താൻ കഴിയും? ഇതെല്ലാം നമ്മൾ ഈ കുടുംബയോഗത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ടീമായി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധം പുലർത്തുമ്പോഴും നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്, നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ക്രിയാത്മകമായിട്ടുള്ള എല്ലാ കഴിവുകളും കൂടുതലായിട്ട് അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹികമായ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുന്നു. മൂല്യബന്ധമായ ബന്ധങ്ങൾ നമ്മുടെ ആശയവിനിമയം വളർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഐക്യം മെച്ചപ്പെടുത്തുന്നു, ഐക്യം വളർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമ്മൾ ഒരൊറ്റ നിമിഷം മതി നമ്മുടെ മനസ്സിലുള്ള എല്ലാം ഉരുകി ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ, ഒരു കൈപിടുത്തത്തിലൂടെ, ഒരു നോട്ടത്തിലൂടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ പരസ്പരമുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളെല്ലാം മാറി ഒരുമിച്ചാകാൻ വേണ്ടി. അതുകൊണ്ട് ബന്ധങ്ങളെ കൂട്ടിയുണക്കി പരസ്പര ബഹുമാനത്തോടെ നമുക്ക് ഇന്ന് ഈ നമ്മുടെ കുടുംബയോഗം ആരംഭിക്കാം. വേലാടൻ പോത്തൻ ചെറിയ കുടുംബയോഗത്തിന്റെ ആദ്യ കൂട്ടായ്മ കഴിഞ്ഞ വർഷം, അതായത് 2023 ഒക്ടോബർ 22 നടന്നു. ഏകദേശം 289 അംഗങ്ങളായിരുന്നു ആ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. അത്രയും കുടുംബാംഗങ്ങളെ കോണ്ടാക്ട് ചെയ്ത് പങ്കെടുപ്പിക്കുക എന്നത് അത് ആദ്യത്തെ യോഗം ഏറ്റവും ശ്രമകരമായതായിരുന്നു. അത് വളരെ ആത്മാർത്ഥതയോടെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ചെയ്തു. 2023 ഒക്ടോബറിൽ നടന്ന കുടുംബയോഗം വിജയകരമാക്കി തീർത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷവും ഒന്നുകൂടി മെച്ചപ്പെടുത്തി തുടർന്നു പോകേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ 2023 നവംബർ മാസം മുതൽ തന്നെ ഈ വർഷത്തെ കൂട്ടായ്മയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എല്ലാ മാസവും ഓൺലൈൻ മീറ്റിംഗ് നടത്തി. കഴിഞ്ഞ മാസം എല്ലാവരും ഒത്തുകൂടി ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് നടത്തി. പിന്നീട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. ഇത് വിപുലീകരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബയോഗത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്വമേധയാ മുമ്പോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഞാനിന്ന് ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ കുടുംബയോഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മെ ആശീർവദിക്കാനും ഇവിടെ എത്തിച്ചേർന്ന റവറൻഡ് ഫാദർ സുബിൻ ആൻഡ്രൂസിനെ നമ്മുടെ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you.